1118 ഒരു വ്യാപാര കുടുംബത്തിലാണ് വിശുദ്ധ തോമസ് ബെക്കറ്റ് ജനിച്ചത്. ലണ്ടനിലും പാരീസിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം വിശുദ്ധൻ 1155 രാജാവായ ഹെൻറി രണ്ടാമന്റെ കാലത്ത് പ്രഭുവായും ചാൻസലറായും പിന്നീട് 1162 വിശുദ്ധൻ കാൻട്രിബറിയിലെ മെത്രാപ്പൊലീത്തയായി നിയമിതനായി. അതുവരെ വളരെയേറെ വിധേയത്വമുള്ള രാജസേവകനായി വിശുദ്ധൻ പെട്ടെന്ന് തന്നെ ഒരു ഭയവും കൂടാതെ രാജാവിന് എതിരായി. സഭയുടെ സ്വാതന്ത്ര്യത്തിനും സഭാചട്ടങ്ങളുടെ അലംഘനീയമായ നടത്തിപ്പിനുമായി ധീരമായ നടപടികൾ കൈക്കൊണ്ടു. ഇത് വിശുദ്ധന് കാരാഗൃഹവാസത്തിന് നാടുകടത്തലിനും കാരണമായി. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. 1539 ഹെൻറി എട്ടാമൻ അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ കത്തിച്ചു കളയുവാൻ ഉത്തരവിട്ടു. പുരാതന സഭാരേഖകളിൽ വിശുദ്ധന്റെ അവസാന ദിനങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. മെത്രാൻ രാജാവിനെതിരായി പ്രവർത്തിക്കുകയാണെന്നും രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർക്കുകയാണെന്നും ഒറ്റിക്കൊടുപ്പുകാർ വിശുദ്ധനെതിരെ രാജാവിനോട് ഏഷണി പറഞ്ഞു. തന്റെ സമാധാനത്തോടുള്ള ജീവിതത്തിനും ഈ പുരോഹിതൻ തടസ്സമാണെന്ന് കണ്ട രാജാവിന് വിശുദ്ധനോട് അപ്രീതിയുണ്ടായി. രാജാവിന്റെ അഹിതം മനസ്സിലാക്കിയ ദൈവഭയമില്ലാത്ത ചില രാജസേവകർ വിശുദ്ധനെ വകവരുത്തുവാൻ തീരുമാനമെടുത്തു. അവർ വളരെ ഗൂഢമായി കാൻട്രിബറിയിലേക്ക് പോയി സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മെത്രാന്റെ മേൽ ചാടി വീണു. വിശുദ്ധന്റെ കൂടെയുണ്ടായിരുന്ന പുരോഹിതന്മാർ അദ്ദേഹത്തിനെ സഹായിക്കാനായി ഓടിയെത്തിയെങ്കിലും ദേവാലയത്തിന്റെ കവാടം അടയ്ക്കുകയും ചെയ്തു. എന്നാൽ വിശുദ്ധ തോമസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഒരു ഭയവും കൂടാതെ ദേവാലയ കവാടം മലർക്കെ തുറന്നു. ദൈവത്തിന്റെ ഭവനം ഒരു കോട്ട പോലെ ആകരുത്. ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി സന്തോഷപൂർവ്വം മരണം വരിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. പിന്നീട് അദ്ദേഹം ഭടന്മാരോട് പറഞ്ഞു, ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, എന്റെ കൂടെയുള്ളവർക്ക് ഒരു കുഴപ്പവും സംഭവിക്കരുത്. അതിനുശേഷം വിശുദ്ധൻ തന്റെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് തന്നെയും തന്റെ ജനത്തെയും ദൈവത്തിനും പരിശുദ്ധ മറിയത്തിനും വിശുദ്ധ ഡെന്നീസിനും സഭയിലെ മറ്റു വിശുദ്ധ മധ്യസ്ഥരെയും ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. അതിനുശേഷം രാജാവിന്റെ നിയമങ്ങൾക്കെതിരെ നിന്ന അതേ ധൈര്യത്തോടു കൂടി 1170 ഡിസംബർ 20 ദൈവനിന്ദകരുടെ വാളിന് തന്റെ തല കുനിച്ചു കൊടുത്തു.